ബോസ് കഴിഞ്ഞ് അടുത്ത ബിഗ് ബോസ് വരാറായി. എന്നിട്ടും കഴിഞ്ഞ ബിഗ് ബോസ് വിജയ് അനുമോളോടുള്ള വാശിയും പകയും അസൂയും ഒന്നും മാറാതെ പുറത്ത് അനുമോൾ എന്നും പറഞ്ഞ് അനുമോൾക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അനുമോളെ പറ്റി ചോദിക്കുമ്പോൾ മുഖമൊക്കെ പുച്ഛിച്ച് മാറ്റിയിട്ട് അനുമോളോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതും കാണിക്കുന്നവരും ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനീഷ് ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത്രയും നല്ല നന്മമരം എന്ന് കാണിച്ച് ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച അനീഷ് ഇപ്പോഴും അനുമോൾ വിജയിച്ചത് അതെന്താണെന്നറിയില്ല. അത് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് അനീഷ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു അവാർഡ് ദാന ചടങ്ങിൽ അത് തെളിയിച്ചു അനീഷ്. എന്താണ് അവാർഡ് അനുമോൾ കൊടുത്തപ്പോൾ അത് അനുമോൾ ബിഗ് ബോസ് വിജയ് എന്ന് പറയാൻ പോലും അനീഷിന് പറ്റുന്നില്ല. എന്നിട്ട് അപ്പം തന്നെ ആ സ്റ്റേജിൽ വെച്ച് ഇത്രയും പബ്ലിക്കായി ഇത്രയും ആൾക്കാരിരിക്കുന്ന സ്റ്റേജിൽ വെച്ച് തന്നെ പറഞ്ഞു ഇത് എനിക്കൊരു സ്വീറ്റ് റിവെഞ്ചാണെന്ന്. എന്നിട്ട് അതൊരു ഞാൻ തമാശയായിട്ട് എടുക്കണേ. പിന്നെ എന്തിനാ പറയുന്നത്? ഒരാൾ അവാർഡ് കൊടുക്കുമ്പോൾ എന്താണ് സ്വീറ്റ് റിവെഞ്ച്? അനീഷ് വിചാരിക്കുന്നത് അനീഷിൻ്റെ ട്രോഫി അനുമോൾ അടിച്ചെടുത്തതാണെന്ന്. PR വർക്കെന്നോ അല്ല പണം കൊടുത്ത് നേടിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു വോട്ടിനൊക്കെയല്ലേ അങ്ങനെ പറ്റൂ. പക്ഷേ എത്രത്തോളം ഈ അനീഷിനെക്കാളും മുൻപിലാണ് അനുമോൾ വിജയിച്ചത്, എത്ര വോട്ടിനാണ് വിജയിച്ചത് എന്ന് അനീഷിന് പുറത്തിറങ്ങിയിട്ടും മനസ്സിലായില്ലേ. പിന്നെ പോയി സ്റ്റോറി ഇടുന്നു, അതിന് അനുമോൾ പകരം ഇടുന്നു. പക്ഷേ അനുമോൾ അതിൻ്റെ അകത്ത് നിന്നിട്ടായാലും അല്ലെങ്കിൽ അതിന് ശേഷം പുറത്തിറങ്ങിയിട്ടായാലും അനുമോളെ ദ്രോഹിച്ചവരെ പറ്റി ഇതുപോലെ സ്റ്റോറി ഇടുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്ത് അവരെ ഒരു പരിഹസിക്കുന്ന പോലെ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വിജയിയായി ഇറങ്ങിയതിന് ശേഷം അങ്ങനെ കൂടുതൽ എല്ലാവരും പോയിരിക്കുന്നത് പോലെ പല പല ഇൻ്റർവ്യൂസിൽ പോയിരിക്കുക, മറ്റുള്ളവരെ പറ്റി പറയുക, ഇതൊന്നും ചെയ്യാതെ തൻ്റെ ജോലിയിൽ മുന്നോട്ട് പോവുകയാണ് അനുമോൾ ചെയ്തത്. അനുമോൾ അകത്തിരുന്നിട്ട് ചെയ്തതെല്ലാം ശരിയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഗെയിമല്ലേ? അവിടെ പോയിട്ട് സത്യസന്ധമായി ഞാൻ അങ്ങനെയേ ജീവിക്കൂ, അല്ലെ ഞാൻ അങ്ങനെ ജീവിക്കാൻ പോകുന്നതാണെങ്കിൽ എന്തിനാ അങ്ങനെ പോകുന്നത്? അവർക്കൊരു പണമുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ട്രോഫി ഒരാൾക്കേ കിട്ടുള്ളൂ. എത്ര ആൾ പോയാലും അത് ഒരാൾക്കേ കിട്ടുള്ളൂ. അത് എങ്ങനെയും കളിച്ച് നേടാം, മറ്റുള്ളവരെ ഒരുപാട് ഉപദ്രവിക്കാതെ അങ്ങനെയൊക്കെ കളിച്ച് നേടാം. അത് ഓരോരുത്തരുടെ സ്റ്റൈലിൽ കളിക്കുന്നു. ഈ അനീഷ് എങ്ങനെയാണ് കളിച്ചത്? മുമ്പ് വിജയിച്ച പലരെയും എനിക്ക് തോന്നുന്നു ആ നടത്തം പോലും റോബിനെ അനുകരിച്ചിട്ടാണ് അനീഷ് ചെയ്തത്. അത് ഇതുപോലെ തന്നെ അനുവിനോട് എനിക്ക് പ്രണയമാണ് എന്നൊരു അഭ്യർത്ഥന നടത്തിയത് തന്നെ അങ്ങനെ ഒരു കൂട്ടുകെട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു നേട്ടം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ. അതും ഒരു ഗെയിം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. പക്ഷേ പുറമേയുള്ളവർ അയ്യോ പാവം അനീഷ്, അവൾ വഞ്ചകി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതും ഒരു അനുവിന് നേരെ ഒരു മോശമായ ഒരിതാണ് അനീഷ് ഉള്ളിൽ അത് കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ ഫിറോസ് ഖാൻ ഏതോ ഒരു സ്ഥലത്ത് അനുമോൾ പറഞ്ഞിട്ടുണ്ടായി BJPയിലുള്ളവരെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇഷ്ടമാണെന്ന്. പക്ഷേ അതൊരു ഫേക്കായിട്ട് പുറത്ത് വന്നു. BJPയിലുള്ളവരെല്ലാം നല്ലതാണ്, കളവൊന്നും പറയില്ല. ഇങ്ങനെയൊരു ഫേക്ക് ആരാണ് പുറത്തിറക്കിയത്? അപ്പോൾ ഇതുവരെയും ഫിറോസിനെ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. അനുമോൾ ആദ്യം ബിഗ് ബോസിലുള്ള സമയത്ത് അനുമോളെ പറ്റിയിട്ട് നല്ല പറഞ്ഞ ഒരാളായിരുന്നു ഫിറോസ്. പിന്നെ അതിന് ശേഷം അനീഷിന് കിട്ടാനുള്ള ട്രോഫിയാണ് അനുമോൾ അടിച്ചെടുത്തതെന്നും എന്തൊക്കെയോ ഓരോ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് അനുമോളെ പറ്റി പറഞ്ഞിട്ടുണ്ടായി. അനീഷിൻ്റെ കണ്ണീരാണ് ആ ട്രോഫി. എനിക്കറിയില്ല ഇപ്പോൾ അനുമോളെ വീട്ടിലിരുന്നിട്ട് ആ ട്രോഫി കരയുന്നുണ്ടോ? കാരണം അനീഷിൻ്റെ കണ്ണീരാണ് ആ ട്രോഫിയിലുള്ളത്. എന്താണ് അങ്ങനെ പറയാൻ? എങ്ങനെയാണ് ഫിറോസിന് കഴിയുന്നത്? ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ബിഗ് ബോസ് പോയിട്ട് ഒരു സ്ത്രീയെ അപമാനിച്ചിട്ടാണ് പലപ്പോഴും അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ മോശമായതുകൊണ്ട് ബിഗ് ബോസ് അതിനങ്ങനെ പറയരുത് എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുത്തു. മോഹൻലാൽ വാണിംഗ് കൊടുത്തു. എന്നിട്ടും സഹിക്കാൻ പറ്റാതെ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ആ ഒരു പെൺകുട്ടിയോട് എന്തോ ഒരു മോശമായി പറഞ്ഞു, എന്തിനോ പറ്റി പറഞ്ഞു. ആ സമയത്ത് ഫിറോസിനും ഭാര്യയ്ക്കും മാസ്ക് കൊടുത്തു. ഇനി 2 ദിവസമോ മറ്റോ മിണ്ടരുത് അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടുമാണ് അവരെ തീരെ അവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് പുറത്താക്കിയത്. എന്നിട്ടും ഞാനാണ് ബിഗ് ബോസിലെ വലിയ ആൾ, ആരെയും ഒരു നല്ലത് പറയും നമ്മൾ കേട്ടിട്ടില്ല. റോബിനെ പറ്റി മോശമാണ് പറഞ്ഞത്, മണിക്കുട്ടിനെ പറ്റി മോശമാണ് പറഞ്ഞത്. അത് ഞാൻ പോയാൽ എന്തോ സംഭവിക്കും എന്നുള്ള രീതിയിൽ. ഏതായാലും ഫിറോസും ഭാര്യയും കൂടി പോയിട്ടുണ്ടായല്ലോ. ഇപ്പോൾ അവർ ഡിവോഴ്സായി. എന്നിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചത്? ഈ ഫിറോസ് വിചാരിക്കുന്നത് ഞാനെന്തോ വലിയ സംഭവമാണെന്ന്. അങ്ങനെ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഒരു തരത്തിലും സംഭവമല്ല, ഒന്നുമല്ല. പക്ഷേ എന്തോ ഒരു വിചാരമാണ് ഞാനെന്തോ വലിയ സംഭവമാണെന്ന്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളവരെ എല്ലാം കുറ്റം പറയുന്നത്. എന്തോ സ്ത്രീകളോട് വളരെ ഒരു പുച്ഛം പോലെയാണ് ഫിറോസ് എപ്പോഴും ഓരോ സ്ത്രീകളെ പറ്റിയിട്ടും പറയുന്നത്. പിന്നെ കൂടാതെ ബിഗ് ബോസിൽ നല്ലതായി ഗെയിം കളിച്ചവരെയും അതുപോലെ വിജയിച്ചവരെയും ഒട്ടും കണ്ണിന് കണ്ടുകൂടാത്തൊരു രീതിയിലാണ് ഫിറോസ് അവരെ പറ്റി നെഗറ്റീവായിട്ട് തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ആദ്യം അനുമോളെ പറ്റി നല്ല പറഞ്ഞ ഫിറോസ് പെട്ടെന്ന് അനീഷിൻ്റെ സപ്പോർട്ടായി മാറി.
അതിനുശേഷം കുറേ കാലത്തേക്ക് വേറെ ഒന്നും കേട്ടിട്ടുണ്ടായില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാൽ അനീഷിൻ്റെ PR ആണോ ഈ ഫിറോസ്? കാരണം ഇപ്പോൾ അനീഷ് അനുമോളെ പറ്റി ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് പൊങ്ങി ഫിറോസ് അനുമോളെ പറ്റിയിട്ട് ഇതുപോലെ പറയുന്നു. BJPയിലുള്ളവരെ പറ്റിയിട്ട് പറഞ്ഞു. BJPയിലെ എല്ലാവരും നല്ല വ്യക്തികൾ, കള്ളത്തരം അറിയില്ല എന്നുള്ളൊരു പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ഈ ഫിറോസ് ഖാൻ എഴുതിയൊരു കമൻറ്റ്. 100% ബിഗ് ബോസ് വിജയിക്കാൻ യോഗ്യതയുള്ള സത്യസന്ധനായ ഈ വിന്നർ പറയുന്നത് എത്രമാത്രം ശരിയാണ്. തൻ്റെ പ്ലാച്ചിയെ (ഡോൾ) തൻ്റെ പ്ലാച്ചിയെ പോലെ സത്യസന്ധരാണ് BJPയിലെ എല്ലാവരും. അങ്ങനെയൊരു വാക്ക് അനുമോൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെയെങ്കിലും തലയും വാലും കേട്ടിട്ട് എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കി പറയാണ്. ഫിറോസ് കേട്ടിട്ടുണ്ടോ അനുമോൾ അങ്ങനെ പറഞ്ഞത്? ഇതിനെതിരെ അനുമോൾ ആർക്കോ പരാതി കൊടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്? ഇതുപോലെ ആരും എന്നെ അറിയുന്നില്ല, ഇപ്പോൾ എവിടെയോ മറിഞ്ഞു കിടക്കുന്നു, അപ്പോൾ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഒരു വൈറലാവണം, അല്ലെ ഫിറോസിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞ് എല്ലാവരും എടുത്ത് ചർച്ചയാക്കണം എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും വായി തോന്നുന്ന, അല്ലെങ്കിൽ എനിക്കിത് അറിയാം, കളവാണ് ഞാൻ പറയുന്നതും കളവാണ് ഞാൻ എഴുതിയ പോസ്റ്റ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലേ ഇത്? ബിഗ് ബോസിൽ മത്സരിക്കാൻ ഒരിക്കലല്ലേ പറ്റുള്ളൂ, അല്ലേ? വീണ്ടും വീണ്ടും ബിഗ് ബോസിൽ പോകാൻ പറ്റില്ലല്ലോ. കാരണം അടുത്ത ബിഗ് ബോസ് അടുക്കാറാവുമ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓരോരുത്തരെ കുറ്റം പറഞ്ഞു, റോബിനെ കുറ്റം പറഞ്ഞു, അങ്ങനെ മണിക്കുട്ടൻ യോഗ്യതയേ ഇല്ല ജയിക്കാൻ, അല്ലെ റോബിൻ അങ്ങനെയാണ്. ആദ്യമൊക്കെ ഇവർക്ക് റോബിനെയൊക്കെ നല്ല രീതിയിലൊക്കെ പോയി ആരെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായി. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തിരിയും. അത് എന്തിനാണ് എനിക്ക് തോന്നുന്നത്? ചിലവർ നമ്മളെപ്പറ്റി പറയുമോ എന്ന് ചോദിച്ചിട്ട് PR വർക്ക് കൊടുത്തിട്ടായിരിക്കുമോ? ഇവൻ തന്നെ PR വർക്കിനെ പറ്റി പറയുന്നുണ്ട്. നിലവാരമില്ലാതെ തരത്തിനൊത്ത അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണ് നമ്മൾ കാണുന്ന ഈ ഫിറോസിൻ്റേതല്ലേ. ഏതായാലും ഫിറോസ് പറഞ്ഞതൊക്കെ ഇപ്പോൾ ഏതായാലും മുക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. പേടിച്ചിട്ടാണോ, അതോ ഇനിയിപ്പോൾ എനിക്ക് നേരെ ഭയങ്കരമായി സൈബർ അറ്റാക്ക് വരുമോ എന്നുള്ള പേടിച്ചിട്ടാണോ, അല്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ, അതിപ്പോൾ കാണാനില്ല. ആരോ ഒരാൾ ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞതാണ്, എനിക്ക് മോദി സാറിനെ ഇഷ്ടമാണ്, സുരേഷ് ഗോപി സാറിനെ ഇഷ്ടമാണ്, അങ്ങനെ ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞതിനാണ് വളച്ചൊടിച്ച് ഇങ്ങനെയുള്ള കാര്യം BJPയിലുള്ളവരാരും കളവ് എന്തൊക്കെയാണ് പറഞ്ഞൊപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ആളുകളെ ഇഷ്ടമാണെന്നും ഓരോ പാർട്ടി ഇഷ്ടമാണെന്നും അതോ അങ്ങനെയൊക്കെ പറയാനുള്ള ഒരു റൈറ്റ് എല്ലാവർക്കും ഇല്ലേ? അത് പറഞ്ഞതിന് എന്തോ ഇങ്ങനെ എടുത്തിട്ട് അനുമോളുടെ പേരിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഏതായാലും അനീഷും അനുമോളും തമ്മിൽ ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റാറ്റസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്, കാരണം അനുമോൾ ആരോടും ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചതിനൊരു റിപ്ലൈ കൊടുക്കാത്ത ആളാണ്. എന്തായാലും സ്റ്റേജിൽ വെച്ച് ഇത്രയും നാണം കെടുത്തിയതോ അല്ല, ഒരു ബിഗ് ബോസ് വിജയ് എന്ന് പോലും പറയാനുള്ളൊരു മാന്യത അനീഷ് കാണിക്കാത്തത് കൊണ്ടോ എന്തോ അനുമോൾ അതിന് ഓരോന്നിനും സ്റ്റാറ്റസ് ഇട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ പൊട്ടി മുളച്ചതുപോലെ ഫിറോസ് വന്ന് അനുമോൾക്കെതിരെ പറയുമ്പോൾ എന്തൊക്കെയോ മണക്കുന്നില്ലേ? അനുമോൾക്ക് മാത്രം PR ഉണ്ട് എന്ന് പറയുമ്പോൾ അനീഷിന് ഭയങ്കര PR ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലുള്ള ഓരോരുത്തർക്കും PR ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് PR ഉള്ളതിൽ മാത്രം എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് ഇപ്പോഴും ജീവിക്കാൻ അനുവദിക്കാതെ അനുമോൾ പറഞ്ഞതിനെ മുഴുവനും വളച്ചൊടിച്ചിട്ടും പിന്നെ അനുമോളെ പറ്റിയിട്ട് പലതും പറയുന്നത് എന്തിനാണ്? അതിലുള്ളവർ പറയുന്നതോ പോവട്ടെ, മുമ്പെങ്ങോ പോയി ലാലേട്ടനും ബിഗ് ബോസുകാരും മുഴുവൻ എടുത്ത് പുറത്തിട്ട ഫിറോസ് ഇപ്പോൾ വന്ന് പറയാൻ നാണമില്ലേ? കാരണം അന്ന് ബിഗ് ബോസിൻ്റെ അകത്ത് പോയിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് പുറത്ത് വന്നതാണേ കുഴപ്പമില്ല. ഇത് ബിഗ് ബോസ് ടീമും ലാലേട്ടനും കൂടി പുറത്താക്കിയതാണ്. എന്തുകൊണ്ടാണ്? വായിലിരിക്കുന്ന വാക്കുകൾ തീരെ ശരിയല്ലാതെ, അതിനകത്തുള്ളൊരു മത്സരാർത്ഥിയെപ്പോലും മോശമായി എന്തൊക്കെയോ ആ പെൺകുട്ടിയുടെ മുൻപിൽ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതിനാണ് പലവട്ടം വാണിംഗ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും തുടരെ ഇത് തന്നെ ആയപ്പോഴാണ് ഫിറോസിനെ എടുത്ത് പുറത്തിട്ടത്. അതൊക്കെ മറന്നുപോയിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ കുറ്റം കണ്ടുപിടിച്ച് അവരുടെ പുറകിൽ നടക്കുക. അവസാനം ഇട്ട വീഡിയോ അവിടെ വെക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ ഡിലീറ്റ് ചെയ്ത് ഓടിയിരിക്കുന്നത്. അപ്പോൾ അറിയാം ഞാൻ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വരാതിരിക്കുന്നതല്ലേ നല്ലത്.